ദേവപഞ്ചമി ഭാഗം 66. എന്ത് പണിയാ അച്ചോട്ടൻ കാണിക്കുന്നത്? അവര് കണ്ടാ തീർന്നു, അവള് പറഞ്ഞു. എന്നാൽ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞതും മുത്തശ്ശിയും വരദയും ആര്യന്റെ സഹോദരിമാരുടെയും കൂട്ടച്ചിരിയായിരുന്നു അവിടെ. ഏട്ടന് എന്ത് മാറ്റാണല്ലേ മുത്തശ്ശി? ഇവിടെ നിന്നും പോയ പുലിക്കാട്ടിൽ ആര്യവീറാണോ അതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, വേദിക പറഞ്ഞു. ഏട്ടന് ഏട്ടത്തിയുടെ മടിയിൽ കിടന്നത് നമ്മൾ കണ്ടില്ല എന്ന അവരുടെ വിചാരം. എന്തായാലും നല്ല മാറ്റമുണ്ട് ഏട്ടന്. ഇവിടെ വരുമ്പോഴും അതുപോലെ തന്നെ മതിയായിരുന്നു, നക്ഷത്രയാണ് പറഞ്ഞത്. മുത്തശ്ശിക്കും അതെല്ലാം കണ്ടപ്പോൾ സന്തോഷം തോന്നി. ആര്യന്റെ ആ മാറ്റം അവരും ആഗ്രഹിച്ചിരുന്നു. അന്നും ഒരുമിച്ച് തന്നെ പഞ്ചമിയും ആര്യനും ഭക്ഷണം കഴിച്ചു. അതിനിടയ്ക്ക് കുഞ്ഞിനും കൊടുത്തു. കിച്ചണെല്ലാം ക്ലീൻ ചെയ്ത് റൂമിലേക്ക് വന്നപ്പോ ബെഡിലിരുന്ന് കളിക്കായിരുന്നു മോള്. മോളെ കണ്ടതും പഞ്ചമിക്ക് ചിരി വന്നു. കുഞ്ഞിനെ നോക്കി താടിക്ക് കൈ കൊടുത്തുകൊണ്ട് ആര്യൻ ഇരിക്കുന്നുണ്ട്. അത് കണ്ടപ്പോഴാണ് അവൾക്ക് കൂടുതൽ ചിരി വന്നത്. എന്നാൽ ചിരിച്ചു കഴിഞ്ഞാൽ ആര്യൻ എന്താണ് പറയാൻ പോകുന്നത് എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ ചിരി കടിച്ചു പിടിച്ചു നിന്നു. ആര്യനെയും പിന്നെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെയും നോക്കി. എന്തുപറ്റിയാ ചേട്ടാ? പഞ്ചമി ചോദിച്ചു. നീ കാണുന്നില്ലേ, ഉറങ്ങാതെ കണ്ണും തുറന്നു പിടിച്ചിരിക്കുകയാണ്, കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ആര്യൻ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടെന്ന് അവൾക്കും അറിയാമെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും ഉറങ്ങാതെ ഇരിക്കുന്നത്, പഞ്ചമി പറഞ്ഞു. നീ അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട, എപ്പോഴെങ്കിലും മോൾ ഉറങ്ങും. മോൾ ഉറങ്ങിയാ നമ്മൾ പോകും, ആര്യൻ പറഞ്ഞു. അച്ചൂട്ടാ, അത് ഒരതുമില്ല ഒന്നുമില്ല, വന്ന് മോളെ ഉറക്കിക്കേ, ആര്യൻ പറഞ്ഞു. അവൾക്ക് ഉറക്കം വരുന്നില്ല, അവളുടെ മുഖത്തേക്ക് നോക്കിക്കേ, ഒട്ടും ഉറക്കം വരുന്നില്ല, പഞ്ചമി പറഞ്ഞു. നീ മര്യാദയ്ക്ക് വന്ന് മോളുടെ അടുത്ത് വന്ന് കിടക്ക്, അപ്പോ അവള് താനെ ഉറങ്ങിക്കൊള്ളും. നിനക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് മോളെ ഉറക്കാൻ, ആര്യൻ പറഞ്ഞുകൊണ്ട് അവളുടെ മാറിലേക്ക് നോക്കിയതും പഞ്ചമിക്ക് നാണം തോന്നി. പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആര്യനോട് എന്നറിയാവുന്നത് കൊണ്ട് അവൾ വന്ന് ബെഡിൽ കിടന്നു. മോള് കളിച്ചുകൊണ്ടിരുന്ന ടോയ് കയ്യിൽ നിന്നും മാറ്റിയത് കണ്ട് കുഞ്ഞിപ്പെണ്ണ് അവളെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ മാറിലേക്ക് വരുന്നത് കണ്ടതും ആര്യൻ രണ്ടുപേരെയും നോക്കിയിരുന്നു. പിന്നെ അവിടെ നിന്നും എഴുന്നേറ്റ് പഞ്ചമിയുടെ അടുത്തേക്ക് വന്നു. ആര്യൻ വന്നത് കണ്ടതും കുഞ്ഞ് ബെഡിൽ നിന്നും എഴുന്നേറ്റ് നിന്ന് ആര്യന്റെ അടുത്തേക്ക് കൈ നീട്ടുന്നത് കണ്ടതും ആര്യൻ കുനിഞ്ഞു നിന്നുകൊണ്ട് ബെഡിൽ കിടക്കുന്ന പഞ്ചമിയുടെ സാരി മാറിൽ നിന്നും മാറ്റി. പഞ്ചമി ഞെട്ടലോടെ ആര്യനെ നോക്കി. ഇങ്ങനെ കിടന്നാല് അവൾ ഉറങ്ങില്ല, അവൾക്ക് എന്ത് കൊടുക്കണമെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ, ആര്യൻ ചോദിച്ചതും പഞ്ചമി കുഞ്ഞിനെ നോക്കി. എന്നാൽ പഞ്ചമിയുടെ ഡ്രസ്സ് മാറിൽ നിന്നും മാറിയത് കണ്ടതും കുഞ്ഞ് അവൾക്കടുത്തേക്ക് കിടന്നു. പഞ്ചമിക്ക് ആര്യന്റെ മുഖത്ത് നോക്കാൻ വല്ലാത്തൊരു മടി തോന്നി. കൊടുക്ക് ദേവാ, ആര്യൻ പറഞ്ഞതും അവൾ ദയനീയമായി ആര്യനെ നോക്കി. എനിക്കറിയാം അവൾക്ക് വിശപ്പ് മാറ്റാനുള്ളത് ഇല്ല എന്ന്, എനിക്കറിയാം, പക്ഷേ അവൾ ആഗ്രഹിക്കുന്നതാണ്. എന്തായാലും അവളുടെ വിരലുകൾ നുണഞ്ഞു കിടക്കുന്നതിലും നല്ലതല്ലേ, ആര്യൻ പറഞ്ഞതും പഞ്ചമി വീണ്ടും ആര്യന്റെ മുഖത്തേക്ക് നോക്കി. കൊടുക്ക് ദേവാ. ഓ, ഞാൻ കാണാത്തത് ഒന്നുമല്ലല്ലോ, ആര്യൻ പറഞ്ഞുകൊണ്ട് ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് കൈ കൊണ്ടുവരുന്നത് കണ്ടതും അവൾ കൈകൊണ്ട് അവളുടെ മാറു മറച്ചു പിടിച്ചു. ഇത് കണ്ടതും ആര്യൻ അവളെ ഒന്ന് നോക്കി. അവന്റെ നോട്ടം കണ്ടതും പഞ്ചമി അവിടെ നിന്നും കൈമാറ്റി. അവൻ ബ്ലൗസിന്റെ മുകളിലെ കൊളുത്തുകൾ അഴിച്ചു. അവന്റെ നോട്ടം അപ്പോഴും പഞ്ചമിയുടെ കണ്ണുകളിലായിരുന്നു. ആ സമയം അവൾ കണ്ണുകൾ അടച്ചു പിടിച്ചു. അപ്പോഴാണ് രണ്ട് കുഞ്ഞി കൈകൾ അവളുടെ മാറിലേക്ക് പരതുന്നത് അവൾ അറിഞ്ഞത്. അവൾ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കണ്ടു, മുകൾ ഭാഗത്തെ രണ്ട് കൊളുത്തുകൾ മാത്രമാണ് ആര്യൻ അഴിച്ചിരിക്കുന്നത്. അപ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണ് കൈകൾ കൊണ്ട് ആര്യന്റെ കൈ തട്ടി മാറ്റുന്നതാണ് അവൾ കാണുന്നത്. അത് കണ്ടപ്പോൾ പഞ്ചമിക്ക് ചിരിയാണ് വന്നത്. ഈ പെണ്ണ് സമ്മതിക്കില്ല, എനിക്ക് ഏറ്റവും വലിയ പാരയാകും ഈ പെണ്ണെന്ന് ഞാൻ പറഞ്ഞില്ലേ ദേവാ, അവളെ നോക്കിക്കൊണ്ട് ആര്യൻ പറഞ്ഞു. കുഞ്ഞിപ്പെണ്ണ് അപ്പോഴും ആര്യന്റെ കൈ പിടിച്ചു വെച്ചിരിക്കുകയാണ്. മറു കൈകൊണ്ട് ദേവയുടെ ബ്ലൗസിന്റെ ഉള്ളിലേക്ക് കൈ ഇടുന്നതും കണ്ടു. വേഗം ഉറക്കും മോളെ, എന്നിട്ട് ഇവൾക്കുള്ള പണി ഞാൻ കൊടുത്തോളാം, ആര്യൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു. പഞ്ചമി ചെറിയൊരു പുഞ്ചിരിയോടെ പഞ്ചമി കുഞ്ഞിനെ മാറിലേക്ക് ചേർത്ത് പിടിച്ചു. തന്റെ മാറിനെ നുണഞ്ഞുകൊണ്ട് കണ്ണുകൾ അടഞ്ഞു പോക്കുന്ന കുഞ്ഞിനെ പഞ്ചമി നോക്കി. അവൾക്ക് വല്ലാത്തൊരു സങ്കടം വന്നു. അവളുടെ മുഖം മാറുന്നത് കാണുന്നുണ്ടായിരുന്നു. ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന ആര്യൻ അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടതും ഫോൺ മാറ്റി വെച്ചുകൊണ്ട് അവൻ ദേവയുടെ പുറകിലായി വന്ന് കിടന്നു. അവളെ ചേർത്ത് പിടിച്ചു.
സങ്കടപ്പെടേണ്ട, ഈ സങ്കടം ഞാൻ മാറ്റിത്തരാം. ആര്യൻ അവളുടെ ചെവിയിലായി പറഞ്ഞതും കുഞ്ഞിനെ ഒന്നുകൂടി അവൾ ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങിപ്പോയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ദേവാ, നിന്റെ മാറിന് വല്ലാത്തൊരു ശക്തിയാണ്. പെട്ടെന്ന് ഉറക്കാനുള്ള ഒരു മാന്ത്രിക ശക്തി. അതുകൊണ്ടല്ലേ ഞാനും അവിടെ കിടന്നുറങ്ങിയത്. എനിക്ക് നല്ല ഉറക്കമായിരുന്നു. ഇത്രയും നാളും ഞാനിങ്ങനെ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല ദേവ, ആര്യൻ പറഞ്ഞു. എന്തായാലും അവളുടെ കഴിയുമ്പോൾ അടുത്ത ഊഴം എനിക്കാണേ, ആര്യൻ പറഞ്ഞു. അപ്പോഴാണ് ജനാല വലിയൊരു ശബ്ദത്തോടെ അടയുന്നത്. കുഞ്ഞ് ഒന്ന് ഞെട്ടിയൊന്ന് നോക്കിയതും പഞ്ചമി കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു. നല്ല കാറ്റും മഴയും ഉണ്ട് എന്നാണ് തോന്നുന്നത്. ആര്യൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ചെന്ന് ജനാലയുടെ അടുത്ത് വന്ന് നോക്കി. പുറത്ത് നല്ല കാറ്റും മഴയും പെയ്തു തുടങ്ങി എന്ന് കണ്ടതും അവൻ തിരിഞ്ഞ് പഞ്ചമിയെ നോക്കി. തന്നെ നോക്കിക്കിടക്കുകയായിരുന്നു പഞ്ചമി. കുഞ്ഞിന്റെ തുടയിൽ തട്ടിക്കൊടുക്കുന്നുണ്ട്. രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട, മഴയത്ത് കുളത്തിൽ കിടക്കാൻ ഒരു പ്രത്യേക സുഖമാണ്, ആര്യൻ പറഞ്ഞു. അച്ചുവേട്ടാ, മോള്, പഞ്ചമി പറഞ്ഞു. ഉറങ്ങിയില്ലേ? പെട്ടെന്ന് വരാം, ഒരു 10-15 മിനിറ്റ്. ഈ മഴയത്ത് എനിക്ക് നിന്നെ വേണം ദേവാ, ആര്യൻ പറഞ്ഞു. അവൾ ദയനീയമായി ആര്യനെ നോക്കി. അപ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണ് മാറിൽ നിന്നും മുഖം മാറ്റിയിരുന്നു. അത് കണ്ടതും ആര്യൻ കുഞ്ഞിന്റെ അടുത്തേക്ക് വന്നു. കുഞ്ഞിനെ എടുത്ത് അവളെ തൊട്ടിലേക്ക് കിടത്തി നന്നായി പുതപ്പിച്ചു കൊടുത്തു. നല്ല ഉറക്കമാണ്, എങ്ങനെയാണ്, പോയാലോ? ആര്യൻ ചോദിച്ചു. മോള് എഴുന്നേറ്റ് കരഞ്ഞാ എന്ത് ചെയ്യും? പഞ്ചമി ചോദിച്ചു. അവളുടെ മുഖത്തെ വെപ്രാളും ടെൻഷനും ആര്യന് മനസ്സിലായതും, ശരി, എന്നാ കുളത്തിൽ പോകണ്ട, വേറെ ഒരു വഴിയുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൻ കുഞ്ഞിനെ എടുത്തു. എവിടേക്കാ അച്ചുവേട്ടാ? പഞ്ചമി ചോദിച്ചു. ആദ്യം ആ സാരി നേരെയിട് ദേവാ, ഇപ്പൊ തന്നെ കൺട്രോൾ പോയി നിൽക്കാണ്. ഇനി അവിടം വരെ എത്താൻ ഞാൻ കാത്തുനിന്നെന്ന് വരില്ല, ആര്യൻ പറഞ്ഞതും പെട്ടെന്ന് അവൾ മാറിലേക്ക് നോക്കി. പെട്ടെന്ന് തന്നെ ബ്ലൗസിന്റെ കൊളുത്തുകളിട്ട് സാരി നേരെയിട്ടു. പിന്നെ ആര്യൻ അവളെ കൈ പിടിച്ചുകൊണ്ട് റൂമിന് പുറത്തേക്ക് ഇറങ്ങി. പടികൾ ഇറങ്ങി താഴേക്ക് വന്നു. പഞ്ചമി ആര്യനെ നോക്കി. നല്ല മഴയാണ്, നടുമുറ്റത്ത് വെള്ളം നന്നായി വീഴുന്നുണ്ട്. അതിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പുറത്ത് നല്ല മഴയാണെന്ന്. ആര്യൻ കുഞ്ഞിനെ നടുമുറ്റത്ത് തന്നെ ചേർന്നുള്ള മുറിയിലേക്ക് കൊണ്ടുവന്ന് അവിടെയുള്ള ബെഡിൽ കിടത്തി. പഞ്ചമിയുടെ കൈ പിടിച്ച് പുറത്തേക്കിറങ്ങി. ഡോറൊന്ന് ചാരിയിട്ടുകൊണ്ട് പഞ്ചമിയും കൊണ്ട് അവൻ നടുമുറ്റത്തേക്കിറങ്ങി. രണ്ടുപേരും ആ മഴയിൽ നനഞ്ഞു തുടങ്ങിയിരുന്നു. ആര്യൻ പഞ്ചമിയുടെ മുഖത്തേക്ക് നോക്കി. നനഞ്ഞ സാരിയിൽ അവളെ കാണാൻ വല്ലാത്തൊരു ഭംഗിയുണ്ടെന്ന് അവന് തോന്നി. അവൻ അവളുടെ അടുത്തേക്ക് വന്നു, അവളെ ചേർത്ത് പിടിച്ചു. അവളുടെ മുഖം കൈക്കൊമ്പിളിൽ എടുത്തുകൊണ്ട് മഴവെള്ളത്തോടൊപ്പം തന്നെ അവളുടെ ചുണ്ടുകളും അവൻ ചുംബിച്ചു. ദീർഘമായി തുടങ്ങിയ ചുംബനം, മഴയും അവന്റെ ചുംബനവും എല്ലാം കൂടിയായതും അവൾക്ക് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ അവൻ അല്പസമയം അവളുടെ ചുണ്ടുകളിൽ നിന്നും ഒന്ന് അകന്നു മാറിയതും അവൾ ശ്വാസം ആഞ്ഞു വലിച്ചു വിട്ടു അവനെ നോക്കി. അതെ, ഇത് ശരിയാവില്ലാട്ടോ ദേവാ, എൻ്റെ ചുംബനം ഇത്തിരി കടുപ്പുള്ളതാണ്. ഇത്തിരിയല്ല, ഒത്തിരി കടുപ്പുള്ളതാണ്. ഇടയ്ക്ക് വിട്ടുപോകുന്നത് ഇഷ്ടമല്ല എനിക്ക്. അതുകൊണ്ട് അത് പൂർണ്ണത എത്തുന്നത് വരെ എന്നെ തടയാതെ അതിനെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കണം. അതിനുള്ള ബ്രീത്തിങ് എക്സസൈസ് ചെയ്താൽ മതി, ആര്യൻ പറഞ്ഞതും ഇപ്പോ ഈ രാത്രി തന്നെ ഞാനത് ചെയ്യണോ? അവൾ ചോദിച്ചതും അത് വേണ്ട, വേറെ പലതും ചെയ്താൽ മതി, അവൻ പറഞ്ഞുകൊണ്ട് അവൻ ഇട്ടിരുന്ന നനഞ്ഞു കുതിർന്ന ടീഷർട്ട് അഴിച്ച് ദൂരേക്ക് എറിഞ്ഞുകൊണ്ട് അവളെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർക്കുന്നതിന് മുമ്പ് അവളുടെ സാരി മാറിൽ നിന്നും അഴിച്ചു മാറ്റാനും അവൻ മറന്നില്ല. നനഞ്ഞ ബ്ലൗസുകൾക്കിടയിൽ അവളുടെ ഭംഗിയുള്ള ആ മാറിടത്തിലേക്ക് അവനൊന്ന് നോക്കി. അവൻ്റെ നോട്ടം താങ്ങാനാവാതെ അവൾ തിരിഞ്ഞു നിന്നതും ആര്യൻ അവളെ പുറകിലൂടെ ചേർത്ത് പിടിച്ചു. എനിക്ക് എത്ര കണ്ടിട്ടും എത്ര അറിഞ്ഞിട്ടും മതിയാവുന്നില്ല നിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ എടുത്തു പൊക്കി നടുമുറ്റത്തേക്ക് മാറ്റി നിലത്തായിട്ട് അവളെ കിടത്തി. അവൻ അവളിലേക്ക് ചാഞ്ഞു. അവനെ സ്വീകരിക്കാൻ, അവൻ്റെ പ്രണയത്തിൽ നനയാൻ അവളും തയ്യാറായിരുന്നു. ആർത്തു പെയ്യുന്ന ആ മഴയിലും നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന ആ ശരീരത്തിലും രണ്ടുപേരും ചൂട് പിടിക്കുന്നുണ്ടായിരുന്നു.
നനഞ്ഞു കുതിർന്ന ശരീരമായിട്ടും ആ തണുപ്പ് രണ്ടുപേരും അറിഞ്ഞില്ല. മറ്റെന്തൊക്കെയോ വികാരങ്ങൾ രണ്ടുപേരിലും പടർന്നു കയറിയിരുന്നു. അവളിലേക്ക് അവൻ പടർന്നു കയറുമ്പോൾ അവനെ തടയാതെ അവനെ അറിയാനായി അവളും തയ്യാറായിരുന്നു. അവൻ ഏൽപ്പിക്കുന്ന ചെറുനോവുകൾ പോലും അവളുടെ ശരീരത്തിനെയും അവളുടെ മനസ്സിനെയും മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവളും ആസ്വദിക്കുന്നുണ്ടായിരുന്നു. മഴയും ഇടിമിന്നലും എല്ലാം അവരുടെ ആ പ്രണയം കണ്ടു നാണിക്കുന്നത് പോലെയായിരുന്നു. അവളുടെ ശരീരത്തിലെ ഓരോ അണുവിനെ പോലും ആര്യൻ തൊട്ടുണർത്തിക്കൊണ്ടിരുന്നു. അവൻ അവൻ്റെ പെണ്ണിനെ അറിഞ്ഞുകൊണ്ടിരുന്നു. രാവിലെ കണ്ണു തുറക്കുന്ന ദേവ ശരീരം മുഴുവനും വേദനിക്കുന്നതായി തോന്നി. എങ്ങനെയോ കണ്ണുകൾ ചിമ്മി തുറന്നു. അവൾ ചുറ്റുമൊന്ന് നോക്കി. അത് ഇന്നലെ താഴെ മോളെ കിടത്തിയ ബെഡ്റൂം ആണെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പോഴാണ് അവൾ അടുത്ത് കിടക്കുന്ന ആര്യനെ നോക്കിയത്. തൻ്റെ മാറിലായിട്ട് ഭാരം അനുഭവപ്പെട്ടതും അവിടെ ആര്യനുണ്ടെന്ന് അവൾ അറിഞ്ഞു. കണ്ണ് തുറക്കാതെ തന്നെ അവൾ ആ തലമുടിയിൽ ഒന്ന് തലോടി. എപ്പോഴാണ് അവിടെ വന്ന് കിടന്നത് എന്നൊന്നും അവൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. സമയം എത്രയായെന്ന് പോലും അവൾക്ക് അറിയാൻ പറ്റുന്നില്ല. ദേഹം വേദനിക്കുന്നത് പോലെ അവൻ്റെ ശരീരം മുഴുവനും തൻ്റെ ദേഹത്താണ് എന്ന് അവൾക്ക് തോന്നി. അവൾ പതിയെ അവനെ വിളിച്ചു. അച്ചുവേട്ടാ. കുറെ സമയം വിളിച്ചതിന് ശേഷമാണ് അവൻ കണ്ണു തുറന്നത്. എന്താ ദേവാ? അവൻ ചോദിച്ചു. എഴുന്നേൽക്കണം, സമയം എത്രയെന്ന് അറിയില്ല. അവൾ പറഞ്ഞതും എത്രയെങ്കിലും ആയിക്കോട്ടെ, ഇപ്പൊ എഴുന്നേൽക്കണ്ട, അവൻ പറഞ്ഞു. അച്ചുവേട്ടാ, എനിക്ക് എഴുന്നേൽക്കണം, അവൾ പറഞ്ഞു. അവൻ മാറിൽ നിന്നും മുഖമുയർത്തി അവളെ നോക്കി. എഴുന്നേൽക്കണോ? ആര്യൻ ചോദിച്ചതും അവൾ തലയനക്കി. അവൻ അവളുടെ രണ്ടു മാറിനെയും ഒന്ന് നുണഞ്ഞുകൊണ്ട് അവിടെ നിന്നും മാറിയതും ശ്വാസം വിടാൻ പോലും മറന്ന് കണ്ണു മിഴിച്ച് കിടന്നുപോയി ദേവ. അവളുടെ മുഖം കണ്ട് അവന് ചിരി വന്നു. അവൻ പതിയെ മുകളിലേക്ക് ഉയർന്നു വന്ന് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ഇനി എഴുന്നേറ്റോ, അവൻ പറഞ്ഞു. എനിക്ക് ഡ്രസ്സ് എടുക്കണം, മുകളിലേക്ക് പോകേണ്ടി വരും, അവൾ പുതപ്പിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് തന്നെ പറഞ്ഞു. അവൻ കണ്ണുകൊണ്ട് സൈഡ് ടേബിളിലേക്ക് കാണിച്ചതും അവിടെ മടക്കി വെച്ചിരിക്കുന്ന ഡ്രസ്സ് കണ്ടു. അത് തൻ്റെ നൈറ്റ് ഡ്രസ്സാണെന്ന് കണ്ടതും അവൾ അത് കയ്യെത്തിച്ചെടുത്തു. അതും മാറിലേക്ക് ചേർത്തുകൊണ്ട് അവൾ വേഗം വാഷ്റൂമിലേക്ക് കയറി. എങ്ങനെയാണ് വാഷ്റൂമിലേക്ക് കയറിയത് എന്ന് പോലും അവൾക്കറിയില്ല. ശരീരമാകെ വേദനിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. പക്ഷെ ആ വേദന അവൾക്ക് സന്തോഷം നൽകുന്നതായിരുന്നു. ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെ അവൾ പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും ആര്യൻ നല്ല ഉറക്കമാണ് എന്ന് കണ്ടു. തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനെയും ഒന്ന് നോക്കി അവൾ വേഗം മുകളിലേക്ക് പോയി. ഡ്രസ്സ് മാറി താഴേക്ക് വന്നു. സമയം 8 മണിയായിരുന്നു. അവൾ വേഗം തന്നെ കിച്ചണിലേക്ക് വന്നു. രാവിലെ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോഴാണ് കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നത്. കിച്ചണിന്റെ അടുത്ത് തന്നെയുള്ള റൂം ആയതുകൊണ്ട് തന്നെ അവൾ വേഗം റൂമിലേക്ക് ചെന്നു. അപ്പോൾ കണ്ടു ബെഡിൽ എഴുന്നേറ്റിരുന്ന് കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ചിരിക്കുന്ന ആര്യനെ. അവൾ ചെന്ന് കുഞ്ഞിനെ വാങ്ങി. ഇനിയും ഉറങ്ങണോ അച്ചുവേട്ടന്, അവൾ ചോദിച്ചു. വേണ്ട, ഞാൻ ഫ്രഷ് ആകാൻ പോവാണ്, അവൻ പറഞ്ഞു. അപ്പോഴാണ് ആര്യന്റെ ദേഹത്തുള്ള കടിച്ച പാടുകൾ അവൾ കാണുന്നത്. അവളുടെ നോട്ടം പോകുന്ന ഭാഗത്തേക്ക് നോക്കിയ ആര്യൻ അവളുടെ പല്ലിന്റെ പാട് കണ്ടതും പതിയെ കൈകൊണ്ട് അവിടെ തടവി. പിന്നെ അവളെ നോക്കി. അത് ഞാൻ ഓർക്കുന്നില്ല, അവൾ പറഞ്ഞു. എന്നാ ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. എനിക്ക് ആവശ്യമായിരുന്നു, അതിന് മാത്രം വേദനിപ്പിച്ചു ഇന്നലെ അല്ലേ, അവൻ ചോദിച്ചതും അവൾ ഒന്നും മിണ്ടാതെ നിന്നു. ആര്യൻ അവളെ നോക്കി. ഇനി അതാലോചിക്കേണ്ട, ഇതെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്നെ വേദനിപ്പിക്കാൻ ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് നീ എന്നെ വേദനിപ്പിച്ചത്. ആര്യൻ പറഞ്ഞതും അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. ഞാനും ഇതുപോലെ വേദനിപ്പിച്ചിട്ടുണ്ട് നിന്നെ, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മാറിലേക്ക് നോക്കിയതും അവൾ പെട്ടെന്ന് മുഖം താഴ്ത്തി. അവൻ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നെറ്റിയിൽ ചുംബിച്ചു. അവളുടെ തോളിൽ കിടക്കുന്ന കുഞ്ഞിനെയും ഒന്ന് ചുംബിച്ചുകൊണ്ട് വാഷ്റൂമിൽ കയറി. അപ്പോഴേക്കും പഞ്ചമി കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്നും കിച്ചണിലേക്ക് ചെന്നു. കുഞ്ഞിന്റെ മുഖം കഴുകി കൊടുത്തുകൊണ്ട് കുഞ്ഞിന്റെ പാല് ബോട്ടിലിലേക്ക് ആക്കിക്കൊണ്ട് കുഞ്ഞിന് കൊടുത്തു. ആ സമയം ആര്യനും ഫ്രഷായി വന്നിരുന്നു. കോഫി കപ്പ് കയ്യിലേക്ക് കൊടുത്തു. അതുമായി ആര്യൻ പുറത്തേക്ക് പോകുന്നത് കണ്ടു. കുഞ്ഞിന്റെ ബോട്ടിലിലേക്ക് ചൂടാക്കിയ പാലൊഴിച്ചുകൊണ്ട് കുഞ്ഞിന് കൊടുത്തു.
പിന്നെ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഹാളിൽ സോഫയിലുള്ള അടുത്ത ഷീറ്റിൽ കൊണ്ടുവന്ന് ഇരുത്തി. കുഞ്ഞിന് ടോയ്സും വെച്ചു കൊടുത്തുകൊണ്ട് അവൾ വീണ്ടും കിച്ചണിലേക്ക് പോയി. അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് അവൾ ആകാശിന്റെ വീട്ടിലേക്ക് ഇറങ്ങിയത്. അവൾ ചെല്ലുമ്പോൾ കണ്ടു, അവരെ കാത്തു നിന്നതുപോലെ ആകാശും അമ്മയും അച്ഛനും എല്ലാം ഉണ്ടായിരുന്നു. ഇതെന്താ എല്ലാവരും റെഡിയായി നിൽക്കുന്നേ? എങ്ങോട്ടെങ്കിലും പോകാനായിട്ട് ഇറങ്ങിയതാണോ? പഞ്ചമി ചോദിച്ചു. അത് നിങ്ങളെ കാത്തു നിൽക്കുന്നതാ. എങ്ങോട്ട് പോകാനാണ്? അവൾ ചോദിച്ചു. ഇന്ന് ഒരു സ്ഥലം വരെ പോകുന്നുണ്ട്. നിങ്ങളെ രണ്ടുപേരെയും അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് ഇയാളുടെ ആഗ്രഹമാണ്. ആകാശിന്റെ അമ്മയെ കാണിച്ചുകൊണ്ട് ആദിനാരായണൻ പറഞ്ഞതും. എങ്ങോട്ടാ? ആര്യൻ ചോദിച്ചു. അത് പറയാം, ഒരു വണ്ടി എടുത്താ പോരെ? ആകാശ് ആര്യനോട് ചോദിച്ചു. അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ ആദിനാരായണനെ നോക്കി. ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയതും കോ ഡ്രൈവിംഗ് സീറ്റിലായിട്ട് ആദിനാരായണനും കയറി. ആകാശും അമ്മയും പഞ്ചമിയും പുറകിലെ സീറ്റിലേക്ക് കയറി. ആകാശിന്റെ മടിയിലായിരുന്നു കുഞ്ഞ്. ആകാശിനെ ഒത്തിരി ഇഷ്ടമാണ് കുഞ്ഞിപ്പെണ്ണിന്. അതുകൊണ്ട് തന്നെ എപ്പോ കണ്ടാലും ആകാശിന്റെ അടുത്ത് തന്നെയായിരിക്കും. ആദിനാരായണൻ പറയുന്ന വഴിയിലൂടെ വണ്ടി പോകുന്നത് കണ്ടപ്പോൾ തന്നെ പഞ്ചമിക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലായി. പഞ്ചമി ആകാശിനെയും അമ്മയെയും നോക്കി. നീ നോക്കണ്ട, നീ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് തന്നെയാണ് പോകുന്നത്. ആകാശ് പറഞ്ഞതും. എങ്ങോട്ടാണ്? ആര്യൻ ചോദിച്ചു. ഇവരുടെ കുടുംബക്ഷേത്രത്തിലേക്ക്. അവിടെ പഞ്ചമി മോളുടെ വിവാഹം നടത്തണമെന്നായിരുന്നു മോളുടെ അച്ഛന്റെ ആഗ്രഹം. അത് സാധിച്ചു കൊടുക്കാനായിട്ട് പോകുന്നതാണ്. എതിര് പറയരുത്, ആദിനാരായണൻ പറഞ്ഞു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.